ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിയേഷൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ മൂവിയിലുള്ള ചില തിയറീസുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പം ട്രെയിലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിയറീസൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്. സോ അത് എന്തൊക്കെ തിയറീസ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പം നേരെ വീഡിയോ ഇട്ടെടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ട്രെയിലറിലുള്ള ചില ഹിഡൻ ഡീറ്റെയിൽസിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീനിലാണ് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ നടന്നു പോകുന്ന സീനുണ്ട്. വൂൾവറീനൊക്കെ കൈയൊക്കെ കാണിച്ച് വരുന്ന സീനുണ്ട്, വേറെ ലെവലായിട്ടുണ്ട്. സോ അവിടെ വന്ന് നമ്മൾ ഡെഡ്പൂളിൻ്റെ ആ ഗണ്ണ് നോക്കുകയാണെങ്കിൽ അത് വന്ന് ഗോൾഡൻ കളറിലാണ് ഉള്ളത്. സോ സാധാരണ നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഗണ്ണ് വന്നൊരു ബ്ലാക്ക് കളറിലാണുള്ളത്, പക്ഷേ ഇവിടെ ഗോൾഡൻ ഗണ്ണാണുള്ളത്. ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പിക്ചർ വന്നിട്ടുണ്ട്. അതിൽ വന്ന് ഡെഡ്പൂളിൻ്റെ കയ്യിൽ ഗണ്ണ് ഇല്ലാത്ത രീതി കാണിച്ചിട്ടുണ്ട്. സോ ഡെഡ്പൂളിന് എവിടെ നിന്നോ ഒരു ഗോൾഡൻ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഗോൾഡൻ ഗണ്ണ് ആരതാണെന്ന് അറിഞ്ഞുകൂടാ. ചില ആൾക്കാർ പറഞ്ഞ ഇതുപോലെ നമ്മുടെ ഡെഡ്പൂൾ വേരിയൻറ്റിൻ്റെ ഒരു ഗണ്ണായിരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഗണ്ണ് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ കില്ലർ ബീയുടെ ഗണ്ണാണ് ഓർമ്മ വന്നത്. ആർക്കറിയാം കില്ലർ ബീയുടെ ഒരു ക്യാമിയോയിലും ഉണ്ടാകുന്നു. അല്ല, അതുമാത്രമല്ല ഈ ഒരു പടത്തിൽ നിറയെ ക്യാമിയോസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇതാണ് യഥാർത്ഥ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. സോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ പടത്തിൽ വന്ന് നമ്മുടെ ബ്ലേഡ് ഇല്ലേ, പഴയ പടത്തിലുള്ള ബ്ലേഡ്, സോ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമിയോ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു ബ്ലേഡ് ക്യാരക്ടർ ഇല്ല വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ ആ ഒരു പടത്തിലൊക്കെ നമ്മുടെ റാൻഡ് റോളൻസ് ഉണ്ടായിരുന്നു. സോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അതുമാത്രമല്ല ഈ മൂവിയിലെ X-23 വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ലോഗൻ പടത്തിൽ കണ്ടില്ലേ, നമ്മുടെ ലോഗൻ്റെ ഡോട്ടർ. സോ ആ ക്യാരക്ടറിന് വൂൾവറിൻ്റെ പോലത്തെ പവേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ വരുമെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഒരു സീനിലാണെങ്കിൽ നമ്മുടെ വൂൾവറിനാണെങ്കിൽ ട്രസ്റ്റ് മീ കിഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് X-23 നോക്കി പറയുന്നതാവാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കിഡ് പൂളിനെ നോക്കി പറയാനായിരിക്കാം. അപ്പോൾ എന്തായാലും X-23 മേ ബി വരാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല ഈ ഒരു സീനിൽ നമ്മുടെ ഡെഡ്പൂൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സമയം നമ്മുടെ ഡെഡ്പൂളിനെ ഏതോ ഒരു ക്യാരക്ടർ ഹെൽപ്പ് ചെയ്യാനായിട്ട് കാണാൻ പറ്റും. അതായത് ദൂരെയായിട്ട് ഏതോ ക്യാരക്ടറും ഫൈറ്റ് ചെയ്യാനായിട്ട് കാണാൻ പറ്റും. അത് ഏതോ ഫീമെയിൽ ക്യാരക്ടർ എന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ അത് എലക്ട്ര ആവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതായത് പഴയ പടത്തിൽ കണ്ട എലക്ട്ര ക്യാരക്ടറില്ല. സോ ആ ഒരു ക്യാരക്ടറും ഈ ഒരു മൂവിയിൽ വരും എന്നാണ് പറയുന്നത്. സോ മേ ബി അത് എലക്ട്ര ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ എലക്ട്ര വന്ന് ഡെഡ്പൂൾ ആൻഡ് വൂൾവറീനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലും സ്റ്റോറി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വന്ന് അടുത്തൊരു തിയറി. സോ ഈ ഒരു തിയറി പറ്റി എൻ്റെ അടുത്ത് ഒരു ബ്രോയൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞു, ഞാൻ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അതായത് ഈ ഒരു പടത്തിൽ വന്ന് നമ്മുടെ തോറിൻ്റെ ഒരു ക്യാമിയോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ്പൂളിന് വന്ന് ഈ TV അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പാരഡോക്സ് TV എങ്ങനെയെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അതിൽ പ്രധാനമായിട്ട് ഈ MCUയിലുള്ള ഓരോ സീനുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ കാണിക്കുന്ന സീനില്ലേ നമ്മുടെ ട്രെയിലർ കണ്ട്. അപ്പോൾ അവിടെ വന്ന് ഇവരെന്തെന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ്പൂളിൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും കാണിച്ചു കൊടുക്കുന്ന ഒരു സീനുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ ഡെഡ്പൂളിൻ്റെ ഫ്യൂച്ചർ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഡെഡ്പൂൾ വന്ന് തോറിൻ്റെ അടുത്തായിട്ട് മരിക്കുന്ന ഒരു സീനുണ്ടെന്നാണ് പറഞ്ഞത്. സോ തോർ അത് കണ്ടെന്തോ വിഷമാവുന്നതായിട്ട് ഒരു സീനുണ്ടെന്നാണ് പറയുന്നത്. സോ ഈ ഒരു സീന് വന്ന് എക്സാക്ട്ലി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് വേൾഡിലാണെങ്കിൽ നമ്മുടെ ലോക്കി വന്ന് തോറിൻ്റെ കൈ കിടന്ന് മരിക്കുന്ന സീനിൽ. സോ അവിടെ ലോക്കിക്ക് പകരം ഡെഡ്പൂൾ എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. സോ ഇതാണ് ഡെഡ്പൂളിൻ്റെ ഫ്യൂച്ചർ എന്നാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ ഡെഡ്പൂളിന് ഷോക്കാവുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ അതൊന്നുമില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇത് ഡെഡ്പൂളിൻ്റെ ഫ്യൂച്ചർ ആണെന്നൊക്കെ പറയുന്നത്. എൻ്റെ അത് മാത്രമല്ല ചിലപ്പോൾ സീക്രട്ട് വാർഡ്സിൽ നമ്മൾ ഡെഡ്പൂൾ ചാവാൻ ചാൻസസ് ഉണ്ട്. ബട്ട് ഡെഡ്പൂൾ എങ്ങനെയാണ് ചാവണമെന്നാണ് എനിക്ക് പിടിയിട്ടത്. കാരണം പുള്ളി ഒന്ന് ഇമ്മോർട്ടലാണ്, വെട്ടി അരിഞ്ഞപ്പോഴും ചാവാത്ത മുതലാണ്. പിന്നെ എങ്ങനെയാണ് സത്യം എനിക്കൊരു ഐഡിയ ഇല്ല. ചിലപ്പം എനിക്ക് തോന്നുന്നത് ഡെഡ്പൂൾ ചാവൂലായിരിക്കും. ചിലപ്പോൾ അടികൊണ്ട് വീണായിരിക്കും. ചിലപ്പോൾ തോർ വിചാരിച്ചു ഓക്കെ ഡെഡ്പൂൾ ചാവാൻ പോകണമെന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ തോർ വിഷമമായത്. കാരണം തോറിന് അറിഞ്ഞുണ്ടല്ലോ ഡെഡ്പൂൾ ഇമ്മോർട്ടലാണെന്ന്. ചിലപ്പോൾ അങ്ങനെ ആവാം. ചിലപ്പോൾ ഡെഡ്പൂൾ ചാവൂലായിരിക്കാം. അത് ഡെഡ്പൂളിന് ഒരുമാതിരി ഷോക്കാവുന്ന രീതിയിലുള്ള സീനായിരിക്കും കേട്ടോ. അപ്പം മേ ബി തോറിൻ്റെ ഒരു ക്യാമിയോ ഇല്ല വരാൻ ചാൻസസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ അവർ എഡിറ്റ് ചെയ്ത് ആ പഴയ ലോക്കിൻ്റെ സീനില്ല അത് തന്നെ എഡിറ്റ് ചെയ്ത് ഡെഡ്പൂളിനാക്കി വെച്ചിട്ടുണ്ടാകും. സോ എന്തായാലും ഇങ്ങനൊരു സീന് പടത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തൊരു സീന്. സോ ഇത് വന്ന് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പോർട്ടലിലോട്ട് ചാടുന്ന സീനില്ലേ. സോ അവിടെ വന്ന് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. അതായത് ആ ഒരു പോർട്ടലിൻ്റെ ഉള്ളിലായിട്ട് വൈറ്റ് കളറായിട്ടാണുള്ളത്. വൈറ്റ് കളറായിട്ട് എന്തോ ബ്ലർ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് ആ പോർട്ടലിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനെയാണ് നോർമലായിട്ട് പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യം. പക്ഷേ ഇവിടെ ആ പോർട്ടലിൻ്റെ ഉള്ളിലാണെങ്കിൽ വൈറ്റ് കളറായിട്ടാണുള്ളത്. എന്തോ എഡിറ്റ് ചെയ്തവർ എന്തോ ബ്ലർ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. സോ പോർട്ടലിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. സോ അത് അവർ മൂവിയിലേക്ക് കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതെന്താണെന്നാണ് ഇപ്പോൾ വലിയ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു തിയറി ഉണ്ട്, കുറച്ച് കൂടിയ തിയറിയാണ്. അതായത് ഈ പോർട്ടൽ വരെ ചാടി നമ്മുടെ ഡെഡ്പൂൾ വൂൾവറീൻ നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമില്ലേ, സോ ഫൈനൽ ബാറ്റിൽ അവിടെയാണ് പോയി എത്തണം എന്നൊക്കെയാണ് പറയുന്നത്.
അതായത് എൻഡ് ഗെയിം സമയത്ത് നിറയെ പോർട്ടലൊക്കെ ഓപ്പൺ ചെയ്യില്ലേ, സോ അതിൽ ഈ ഒരു പോർട്ടൽ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സോ കാരണം വിസാർസൊക്കെ നിറയെ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അപ്പം അറിയാതെ ഓപ്പൺ ആയെന്നൊക്കെയാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അവഞ്ചേഴ്സ് എന്തെങ്കിലും ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എവിടെയെന്നൊക്കെ നിങ്ങൾ ആലോചിക്കും. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. സോ ഇത് ആൾമോസ്റ്റ് ടൈം ലൈൻ കൺഫ്യൂഷൻ തന്നെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ബട്ട് ഇത് എന്താണെന്ന് അറിഞ്ഞൂടെ. ബട്ട് എന്തോ ഒന്ന് ആ പോർട്ടലിൻ്റെ ഉള്ളിലുണ്ട്, അത് നമുക്ക് അവർ കാണിച്ചു തന്നിട്ടില്ല, അത് എഡിറ്റ് ചെയ്തവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രെയിലറിലുള്ള ചില കാര്യങ്ങൾ ആൻഡ് ചില ഹിഡൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ ആരൊക്കെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന് വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും തിയറി ഉണ്ടെങ്കിൽ അതും കമൻറ്റ് പറഞ്ഞേക്കാം. കൂടാതെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം മറ്റാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.